Hello friends, I am Dr. Rajesh Kumar. കൊറോണ വൈറസ് ബാധ ഭയാശങ്കജനകമായിട്ട് ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും എല്ലാം പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് കേരളത്തിൽ ഒരു ദിവസം പോസിറ്റീവ് ആകുന്ന രോഗികളുടെ എണ്ണം 42,000-ലേക്ക് അടുത്തിരിക്കുകയാണ്. ഏകദേശം ICMRന്റെ പഠനങ്ങളെല്ലാം പറയുന്നത് ഏകദേശം മെയ് 15 കഴിയുമ്പോഴത്തേക്കും ഇന്ത്യയിൽ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗികളുടെ എണ്ണം 10 ലക്ഷത്തിലേക്ക് എത്താനാണ് സാധ്യത എന്നും പറയുന്നുണ്ട്. മാത്രമല്ല ഒരുപക്ഷെ കോവിഡിൻ്റെ ഒരു മൂന്നാം തരംഗം ഈ ഒരു രീതിക്കാണെങ്കിൽ വരാനധിക സമയം വേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഭയപ്പെടുത്തുന്ന ഒരു കണക്കുകൾ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് വരെ ഓരോ ദിവസവും 10ഉം 15ഉം കേസ് മരണപ്പെട്ടിരുന്നത് കേരളത്തിൽ ഇപ്പോൾ ഓരോ ദിവസവും 50, 55, 60ലേക്ക് മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കേരളത്തിൽ ആശുപത്രികൾ ഇന്ന് ഒഴിവില്ല. എല്ലാ മെഡിക്കൽ കോളേജുകളിലും 2ഓ 3ഓ വെന്റിലേറ്ററുകൾ മാത്രമാണ് ഒരുപക്ഷെ വേക്കൻ്റ് ആയിട്ടുള്ളതെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട് കണ്ടിരുന്ന ഓക്സിജൻ കിട്ടാനില്ലായ്മ കേരളത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കും. ഇവിടെയും വളരെയധികം ഓക്സിജൻ്റെ ആവശ്യം കൂടി വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കോവിഡ് കാരണം നമ്മുടെ സമൂഹം ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ വലിയ ലക്ഷണങ്ങളില്ലാതെ അല്ലെങ്കിൽ ചെറിയ ലക്ഷണങ്ങളോടുകൂടി കോവിഡ് രോഗം ബാധിക്കുന്നവർ ഗുരുതരമല്ലെങ്കിൽ വീടുകൾ തന്നെ കഴിയുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഒരുപാട് പേർക്ക് ഈ ഒരു സമയത്തുണ്ടാകുന്ന ഒരു സംശയമാണ്, കോവിഡ് രോഗം ബാധിച്ച് വീട്ടിൽ കഴിയുന്ന ഒരാളിൽ നിന്നും എത്ര ദിവസത്തേക്ക് രോഗം പകരാം, എത്ര ദിവസം കഴിയുമ്പോൾ അവർക്ക് ഏകദേശം ലക്ഷണങ്ങൾ കുറഞ്ഞു തുടങ്ങും, എത്ര ദിവസമാകുമ്പോൾ ടെസ്റ്റ് ചെയ്താൽ നെഗറ്റീവ് കാണിക്കും, എന്ന് മുതൽ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങാം, എന്ന് മുതൽ ജോലിക്ക് പോയി തുടങ്ങാം. ഒരുപാട് പേര് എന്നോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ചോദിച്ച ഒരു സംശയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം കോവിഡ് രോഗികൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഈ ഒരു സമയത്ത് വീടുകൾ കഴിയുന്ന എല്ലാവർക്കും ഞാനീ പറഞ്ഞ സംശയം മനസ്സിലുണ്ടാകുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കോവിഡ് വൈറസ് എത്തിക്കഴിഞ്ഞാൽ ഇത് ഒരു RNA വൈറസാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുൻപ് ഇത് നമ്മുടെ ശരീരത്തിൽ പെറ്റുപെരുകി തുടങ്ങും. സാധാരണ പെറ്റുപെരുകി നമ്മുടെ ശരീരത്തിൽ ലക്ഷണങ്ങൾ കാണിക്കാറാകുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമുക്ക് പനി, തൊണ്ടവേദന, ജലദോഷം, ബോഡി പെയിൻ പോലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. നമ്മുടെ ശരീരത്തിൽ വൈറസ് കയറി ഇത് പെറ്റുപെരുകി തുടങ്ങി അത് ലക്ഷണങ്ങൾ കാണിക്കുന്നത് വരെയുള്ള ഒരു പീരീഡിനെ നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും. ഇത് സാധാരണഗതിയിൽ കൊറോണ വൈറസിന് 2 ദിവസം മുതൽ 8 ദിവസം വരെയാണ് ഈ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ടാകുക. സാധാരണ ഏതൊരു വൈറസോ ബാക്ടീരിയയോ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഇൻക്യുബേഷൻ പീരീഡിൽ ഇത് സാധാരണ പകരാറില്ല. സാധാരണ ഒരു വൈറൽ ഫീവറോ ഇല്ലെങ്കിൽ ചിക്കൻ ബോക്സ് പോലുള്ള ഇൻഫെക്ഷൻസോ എല്ലാം തന്നെ ശരീരത്തിൽ വൈറസ് കയറി അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ് ഇതിന് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന സമയം മുതലാണ് ഈ വൈറസ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. എന്നാൽ ഈ കൊറോണ വൈറസിൻ്റെ കോവിഡ് വൈറസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നതിന് ഏകദേശം 48 മണിക്കൂർ മുൻപ് തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് പകരാൻ തുടങ്ങും. അതായത് ഒരാളുടെ ശരീരത്തിൽ കൊറോണ വൈറസ് കയറി അവരുടെ ശരീരത്തിൽ ഒരു 6 ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ് ഉള്ളത്. 6ആം ദിവസം കഴിയുമ്പോൾ അവർക്ക് ലക്ഷണം കാണിക്കുമെന്നിരിക്കട്ടെ, അവരുടെ ശരീരത്തിൽ 6ആം ദിവസത്തിന് 2 ദിവസം മുമ്പ് അതായത് 4ആം ദിവസം മുതൽ തന്നെ ഇവർക്ക് വൈറസ് മറ്റുള്ളവരിലേക്ക് പകർന്നു തുടങ്ങും. അതുകൊണ്ടാണ് വീടുകളിൽ നമ്മളൊരു കൊറോണ വൈറസിന് എക്സ്പോസ്ഡ് ആയി എന്ന സംശയം കൊണ്ട് വീടുകൾ ക്വാറന്റൈൻ കഴിയുന്നവരും മാസ്ക് വയ്ക്കണം എന്ന് പറയുന്നത്. കാരണം ലക്ഷണം കാണിക്കുന്നതിന് മുൻപ് തന്നെ ഇത് പകർന്നു തുടങ്ങും. ഇനി എത്ര ദിവസം വരെ ഇത് മറ്റുള്ളവരിലേക്ക് പകരാം, ഇൻഫെക്റ്റീവ് ആണ് എന്നുള്ളത് വിശദീകരിക്കാം. സാധാരണഗതിയിൽ ലക്ഷണം കാണിച്ചു തുടങ്ങിയാൽ 10 ദിവസം വരെ ഈ വൈറസ് നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ കൊറോണ വൈറസ് ബാധയുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് 2 ടെസ്റ്റാണ് കോമൺ ആയിട്ടുള്ളത്. ഒന്ന് ആൻറ്റിജൻ ടെസ്റ്റ്, 2 നമ്മൾ RT-PCR ടെസ്റ്റ്. ഈ ആൻറ്റിജൻ ടെസ്റ്റ് നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് ആയിരിക്കുന്നിടത്തോളം സമയം നമ്മളിൽ നിന്നും വൈറസ് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ കൊറോണ വൈറസ് ബാധിച്ച് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് കണ്ടാൽ 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യണം. അത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിയാലും പ്രശ്നമില്ല എന്ന് പറയുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ 10 ദിവസമാണ് ഇവർക്ക് ആൻറ്റിജൻ പോസിറ്റീവ് ആയിരിക്കുന്നതും ഇത് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത. സാധാരണ കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളെയും ഗുരുതരമല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് അവരെ ഡിസ്ചാർജ് ആക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവർക്ക് അവരുടെ ശരീരത്തിലെ വൈറസിൻ്റെ സാന്നിധ്യം നെഗറ്റീവ് ആകാൻ
ചിലപ്പോൾ 15 ദിവസം എടുക്കാം, ചിലർക്ക് 20 ദിവസം എടുക്കാം, ചിലർക്ക് 30 ദിവസം വരെ, ഒരു മാസം വരെ എടുത്തു എന്ന് വരാം. ഈ സമയത്തെല്ലാം നമ്മൾ RT-PCR ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പോസിറ്റീവ് കാണിച്ചു എന്ന് വരാം. അതായത് RT-PCRന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? നമ്മുടെ ശരീരത്തിൽ വൈറസിൻ്റെ ഏതെങ്കിലും കണങ്ങൾ നമ്മുടെ മ്യൂക്കസ് മെമ്പറൈനിൽ ഉണ്ടെങ്കിൽ RT-PCR പോസിറ്റീവ് കാണിക്കും. ഇത് ജീവനോടുകൂടി വൈറസ് ഉണ്ടാവണമെന്നില്ല. ചത്ത വൈറസിൻ്റെ ഏതെങ്കിലും ഡെബ്രിസ് ഉണ്ടായിരുന്നാൽ പോലും RT-PCR പോസിറ്റീവ് കാണിക്കും. അതുകൊണ്ടാണ് ഒരുപക്ഷെ കോവിഡ് രോഗം മാറി 10 ദിവസം കഴിഞ്ഞ് നമ്മൾ ആൻറ്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ പോലും RT-PCR ടെസ്റ്റ് ഒരുപക്ഷെ 15 ദിവസം കഴിഞ്ഞാൽ പോലും പോസിറ്റീവ് കാണിക്കുന്നത്. ഇന്ന് അന്യരാജ്യങ്ങളിലേക്ക് പോകണമെങ്കിലോ ഇല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരോ RT-PCR ടെസ്റ്റ് നെഗറ്റീവ് കാണിക്കണം എന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയാൻ കാരണവും വൈറസിൻ്റെ ഒരു തരത്തിലുള്ള സാന്നിധ്യവും ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പാക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ കോവിഡ് രോഗം ബാധിച്ച് വീടുകൾ കഴിയുന്നവർക്ക് അവർക്ക് നെഗറ്റീവ് ആയെന്നോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നതിനോ RT-PCR നെഗറ്റീവ് ആകണമെന്ന ആവശ്യമില്ല. അവർക്ക് ആൻറ്റിജൻ നെഗറ്റീവ് ആയാൽ മതി. അത് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10 ദിവസം കഴിയുമ്പോൾ തന്നെ അവരിൽ നിന്നും പകരുന്ന ഒരു സ്റ്റേജും കഴിയും, ആൻറ്റിജൻ നെഗറ്റീവ് ആകുകയും ചെയ്യും. മാത്രമല്ല കോവിഡ് രോഗം ബാധിച്ച് ഇത് ഗുരുതരമാകാനുള്ള സാധ്യത സാധാരണ ഒരു 4 മുതൽ 5 ദിവസം മുതൽ തന്നെ ആ ഒരു ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ പോലെയോ നെഞ്ചിടിപ്പോ കിതപ്പോ അല്ലെങ്കിൽ അബോധാവസ്ഥ പോലുള്ള ലക്ഷണങ്ങളോ കാണിക്കും. ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമുക്കറിയാം കോവിഡ് ഇത്തിരി ഗുരുതരമായിട്ട് മാറുകയാണ്. അതൊന്നും ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് വിട്ടുമാറാത്ത പനിയോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഇത് നെഗറ്റീവായി പോവുകയാണ് ചെയ്യുന്നത്. 5 മുതൽ 8 ദിവസം വരെയാണ് ഇതിന് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സമയം. എന്നാൽ ഇത് മാത്രമല്ല, കേരള സർക്കാരിൻ്റെ ഏറ്റവും പുതിയ കോവിഡ് അപ്ഡേറ്റ് അനുസരിച്ച് ഒരാൾ കൊറോണ വൈറസ് ഇൻഫെക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ 17 ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് തിരിച്ച് നോർമൽ ലൈഫിലേക്ക് ക്വാറന്റൈൻ മാറി പുറത്തേക്ക് ഇറങ്ങി തുടങ്ങാമെന്നാണ്. ഇങ്ങനെ പറയാൻ കാരണം എന്തെന്നറിയാമോ? 10 ദിവസം കൊണ്ട് ഒരു ഇൻഫെക്റ്റീവ് ആകുന്ന ഒരു സ്റ്റേജ് കംപ്ലീറ്റ് മാറും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 7 ദിവസം കൂടി ഒരു ക്വാറന്റൈൻ പീരീഡ്, അതാണ് 17 ദിവസം വയ്ക്കുന്നത്. ഈ ഒരു 17 ദിവസം കൊണ്ട് ഇവർക്ക് മറ്റുള്ളവരിലേക്ക് പകരുന്ന സ്റ്റേജും മാറും, ഇവർക്ക് ഇൻഫെക്ഷൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും കുറയും. സാധാരണ ഈ ഒരു പീരീഡ് കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ അവരുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് മടങ്ങുകയോ ചെയ്യാവുന്നതാണ്. എന്നാൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കോവിഡിൻ്റെ ഒരു പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസ് പലരിൽ കണ്ടുവരുന്നുണ്ട്. കോവിഡ് രോഗം വന്ന് മാറിയവരിൽ ഒരുപാട് പേരിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് അമിതമായിട്ടുള്ള ക്ഷീണം, എഴുച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ട്, തലപെരുപ്പ്, അതേപോലെ തന്നെ ഉദര രോഗങ്ങൾ, അതായത് വയറിനുണ്ടാകുന്ന കംപ്ലയിൻസ്, ദഹനക്കേട്, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ, മാത്രമല്ല ഉറക്കക്കുറവ്. ഈ ലക്ഷണങ്ങൾ വളരെ കോമൺ ആയിട്ട് കോവിഡ് കഴിഞ്ഞവർക്ക് കണ്ടുവരുന്നുണ്ട്. എന്നാൽ കോവിഡ് രോഗം ബാധിക്കപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട അവരുടെ ഭക്ഷണക്രമം ഞാൻ തൊട്ട് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു. കോവിഡ് രോഗം ബാധിച്ചവർ 3 നേരവും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, കോവിഡ് രോഗം ബാധിച്ചവർ മുറിയിൽ തന്നെ ചെയ്യേണ്ട വ്യായാമങ്ങൾ, കോവിഡ് രോഗം ബാധിച്ചവർക്ക് ഉറക്കം ലഭിക്കാൻ വേണ്ടി ബാക്കി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇവ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ റെസ്പിറേറ്ററി എക്സസൈസും അതിനകത്ത് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കോവിഡ് രോഗം വന്ന് മാറുന്നവർക്കുണ്ടാകുന്ന അമിതമായിട്ടുള്ള ക്ഷീണവും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും ഏകദേശം 90% നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിലുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ 17 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിച്ച് നോർമൽ ലൈഫിലേക്ക് പോകാവുന്നതാണ്. കഠിനാധ്വാനമുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ, അതായത് കൂലിപ്പണി എടുക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരോ ഹെവി ആയിട്ട് മെൻ്റൽ പ്രഷറുള്ള ആൾക്കാരോ എല്ലാം തന്നെ വളരെ പതിയെ മാത്രമേ ഒരു 20 ദിവസം വരെ റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ തിരിച്ച് പഴയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. മാത്രമല്ല മദ്യപിച്ചിരുന്ന ശീലമുള്ളവർക്ക്, അമിതമായി പുകവലിക്കുന്ന ശീലമുള്ളവർ ദയവ് ചെയ്ത് കോവിഡ് രോഗം വന്ന് മാറി ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ വീണ്ടും ഇത്തരത്തിലുള്ള ശീലങ്ങൾ തുടങ്ങാൻ പാടുള്ളൂ. കോവിഡ് രോഗം വന്ന് മാറിയിട്ടുള്ളതിൽ 2% പേർക്ക് പലപ്പോഴും സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത, ഹൃദ്രോഗ സാധ്യത, രക്തത്തിൽ ചെറിയ മൈന്യൂട്ട് ക്ലോട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ ഈ കോവിഡ് രോഗം വന്ന് മാറി 20 ദിവസമെങ്കിലും സിഗരറ്റ് വലി, മദ്യപാനം പോലുള്ള ശീലങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ അത്തരക്കാരെ, പ്രത്യേകിച്ച് മലയാളികൾക്ക്, ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ഉള്ളവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ പിടികൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് കോവിഡ് രോഗം ബാധിച്ചവർ ഈ പറഞ്ഞ ചിട്ടകൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. അപ്പോൾ കോവിഡ് രോഗം വന്ന് വീടുകളിൽ കഴിയുന്നവർ നിർബന്ധമായിട്ടും മാസ്കുകൾ അണിയുക, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ 10 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫെക്ഷനുള്ള സാധ്യത മാറും. 17 ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാവുന്നതാണ്. ക്വാറന്റൈൻ പീരീഡ് കഴിയും. ഈ ഇൻഫർമേഷൻ, ഏറ്റവും പുതിയ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം കോവിഡ് രോഗം ബാധിച്ചു കഴിഞ്ഞാലുള്ള കൺഫ്യൂഷൻസ് ഒരുപാട് പേർക്ക് ഇന്നുമുണ്ട്. വീണ്ടും കോവിഡിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ബൈ.